സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണും. അതുപോലെ ഹ്രസ്വകാല കരാർ കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതിക്കായിട്ടും വൈദ്യുതി ബോർഡ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ച് എത്രയും കുറഞ്ഞ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് എത്രയും കുറഞ്ഞ പ്രശ്നങ്ങളോടെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയും ഞാൻ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അതൊന്നുകൂടി മാധ്യമങ്ങൾ വഴി ആവർത്തിക്കുകയാണ്. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. അത്യാവശ്യങ്ങൾക്കെല്ലാം വൈദ്യുതി വേണം, എന്നാൽ അനാവശ്യമായ നമ്മളുടെ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കുക. ഇന്നലെ ഒരു കേന്ദ്ര സംഘം തലസ്ഥാനത്ത് വന്നിരുന്നു. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്. പക്ഷെ അവർ സംസാര മധ്യേ പറഞ്ഞ ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ AK ബാലൻ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ എന്നോട് നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തണം. രാത്രികാലങ്ങളിലെ ഉപയോഗം, അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. മിനിസ്റ്ററിലെ പ്രധാന ആരോപണം കഴിഞ്ഞ 10 വർഷം ഇത്തരം പല വെല്ലുവിളികളുണ്ടായിട്ട് പവർക്കട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇത്തവണ അത് പറ്റുന്നില്ല എന്നുള്ളതിന്റെ സാഹചര്യം എന്താണെന്നുള്ളതാണ്. അപ്പൊ AK ബാലൻ എന്നോട് ഉപദേശിച്ചത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലല്ലേ. ഞാൻ നിയമസഭയിൽ കൃത്യമായി റൂൾ 300 അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ഏപ്രിൽ മാസത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് LDFന്റെ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ദിവസങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തിൽ ആ ഗവൺമെന്റ് നിർബന്ധിതമായിരുന്നു. അതുപോലെ ഞങ്ങൾ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് മെയ് മാസം 10, 11 തീയതികളിൽ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഞാൻ സഭയിൽ രേഖാമൂലം പറഞ്ഞതാണ്, സഭയുടെ റെക്കോർഡിലുള്ളതാണ്. അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടതാണ്. അവരാരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിന്റെ ആദ്യ പകുതിയിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യമാണ്. ഇത് ആരും പുതുതായിട്ടുണ്ടാക്കിയതല്ല. ആര്യാടൻ ഉണ്ടാക്കിയ എഗ്രിമെന്റ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതാണ് എന്റെ മറുപടി. അത് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫാണ് മാധ്യമങ്ങളെ കണ്ടത്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള നടപടികൾ KSEB സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.